നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്നോട് ക്ഷമിക്ക്. എന്താ ചേച്ചി ഇതൊക്കെ? ചേച്ചി ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ആവും. ഒന്നുമില്ല. ദീപകിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അതുപോലെ ഞാൻ ഈ ഹെഡ്ലൈൻസ് വായിക്കായിരുന്നു പ്രതാപ. എന്തൊക്കെയാണ് ഇന്നത്തെ ഹെഡ്ലൈൻസ്? ഞാൻ വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. രാവിലെ പത്രം വായിക്കുന്ന ശീലം പണ്ട് മുതലേ നിനക്കല്ലേ ഉള്ളത്. നീ വായിക്കേ. ചേച്ചിയെ നിനക്കൊരു ചൂട് ചായ എടുത്തോണ്ട് വരാം. ചേച്ചി എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ചായ എടുക്കാനൊക്കെ ഇവിടെ സർവൻസ് ഉണ്ടല്ലോ. ചായക്ക് അവരെടുത്തോളൂ, ചേച്ചി ഇവിടെ ഇരിക്കും. ഏയ്, അതൊന്നും വേണ്ട. ചായയെ ഞാൻ തന്നെ എടുത്തോളാം. എന്റെ അനിയന് ചായ എടുക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ വായിക്കേ. ചേച്ചി, എന്താ പ്രതാപ? എന്തു പറ്റി? പ്രതാപ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ചേച്ചി, ഈ ന്യൂസ് എന്ത്? ഇതില് ഋതികയെ കുറിച്ചുള്ള വാർത്തയില്ലല്ലോ. ഇതെങ്ങനെ? എന്താ ചേച്ചി ഇത്? ഞാൻ അവനെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ഇതിപ്പോ കുടുംബത്തിന് മാനം കളയാനായിട്ട് പുറത്തിറക്കി 4 ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ചേച്ചി? അവൻ കാരണം ഇനി ആരുടെയൊക്കെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം? എന്നെ നാണം കെടുത്താനാണോ? അതിനാണോ അവൻ അമേരിക്കയിൽ ഇങ്ങോട്ട് വന്നത്? മോശമായി പോയി ചേച്ചി, ഭയങ്കര മോശമായി പോയി. എന്താ എന്തു പറ്റി? എന്താ ചേച്ചി ആ പത്രം കാണിച്ച്? വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ് വർമ്മയുടെ അനന്തരവൻ അറസ്റ്റിൽ. സിറ്റിയിൽ ഇന്നലെ രാത്രി മദ്യപിച്ച് പൊതുശല്യം ഉണ്ടാക്കുകയും തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ അപമര്യാദയായി പെരുമാറുകയും പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനുമാണ് ദീപക് വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതാപ വർമ്മയുടെ സഹോദരി അംബിക വർമ്മയുടെ മകനാണ് ദീപക് വർമ്മ. ഇവൻ ഇതല്ല, ഇതിലപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ചേട്ടാ, പലതവണ ഞാൻ ചേട്ടനോട് പറയണമെന്ന് വിചാരിച്ചതാ. ഈ ചെക്കൻ ആള് ശരിയല്ല. ഇവന്റെ കയ്യിലിരിക്കുന്നത് മുഴുവൻ വിളച്ചില്ല. ഇങ്ങനെ പോയാൽ എതിർകക്ഷികളാവില്ല. ഇവൻ കാരണമായിരിക്കും ചേട്ടന്റെ മന്ത്രിസ്ഥാനത്തിന് കളങ്കം ഉണ്ടാകാൻ പോകുന്നത്. ചേച്ചിനെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട. ഞാനുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. ശേഖരേട്ടാ, മതി, നിർത്ത്. പ്രതാപ, നീ എന്നോട് പ്രതാപ. ചേച്ചി, ചേച്ചി എന്താ പറ്റി? ചേച്ചി, അവന് കുറച്ച് വെള്ളം കൊടുക്ക്. പെട്ടെന്ന് ചേച്ചി, പെട്ടെന്ന് വാ. ചേച്ചി, 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 യാമിനി, യാമിനി, ചേച്ചി, കണ്ണുറക്കെ ചേച്ചി. പിടിക്ക്. ചേച്ചി, കുറച്ച് വെള്ളം നൽകി. ചേച്ചി, ചേച്ചി, ചേച്ചി. ചേച്ചി, ശേഖരേട്ടാ, ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. എന്തൊരു അഭിനയം. ചേച്ചി, ചേച്ചി, പ്രതാപ, മാപ്പ്. ഏയ്, നീ എന്നോട് ക്ഷമിക്ക്. എന്താ ചേച്ചി ഇതൊക്കെ? ചേച്ചി ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ആവും. ഒന്നുമില്ല.
ദീപകിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അതുപോലെ പറയേ ചേച്ചി, അതുപോലെ. മതി. ശേഖര, നീ രാജുവിനെ വിളിച്ച് ദീപകിനെ പുറത്തിറക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ പറയും. വേഗം. ശരിയേട്ടാ. ചെല്ലു. ആ ചേച്ചി, യാമിനി വെള്ളം കൊടുക്കും. ഞാനൊന്ന് ഡോക്ടറെ വിളിക്കട്ടെ. ചേച്ചി, യാമിനി വെള്ളം കുടിക്കും. എന്തു പറ്റി അമ്മായി? നീ ഇവിടെ എപ്പോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? ഏയ്, ഒന്നുമില്ല. അല്ല, രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ എന്റെ റൂമിലുണ്ടായിരുന്നു. എന്താ ദീപക് ഒരു ഗൗരവവും മൗനവും ഒക്കെ? കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? ദേ വീടെത്തി. ഓ, കിട്ടിയ അടികളുടെ ആഘാതത്തില് പരിസരം മറന്നിരിക്കുകയാണല്ലേ. ഋതിക മാഡത്തിന്റെ വഴിക്ക് നീ വട്ടം നിന്ന എന്താ ഉണ്ടാവുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? എടാ, നീ കരുതിയിരുന്നോ? ഇതിനുള്ള മറുപടി ഈ ദീപക് നിനക്ക് തരും. ഓ, അപ്പൊ വായില് നാക്കുണ്ട്. നന്നായി. എടാ, വർമ്മ സാറിനെ ഫേസ് ചെയ്യാനുള്ള പേടിയുണ്ടല്ലേ നീ ഈ കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത്? ധൈര്യം കൂടിയിട്ടെ പാന്റ് നനഞ്ഞിട്ടുണ്ടോ നോക്ക്. അവൻ വലിയ ഡയലോഗ് അടിക്കുന്നു. ഇറങ്ങി വാടാ. നടക്ക്. ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ. രാജു ദീപകിനെയും കൂട്ടി ഇതാ എത്തിയല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.